ഇത്താ കടലിൽ ഭയങ്കര തിരക്കാണല്ലേ. നീ ശുക്കൂറിനെ അവിടെ കണ്ടെന്ന് പറഞ്ഞേ. ശുക്കൂർ ആനയുടെ പുറകെ കിടക്കണെങ്കിൽ ശുക്കൂറാണ് ആനപ്പുണ്ടാകുമെന്ന് എനിക്കറിയില്ല. അല്ലോ ഈ ചെറുക്കന്റെ സ്വഭാവം അങ്ങനെ നശിച്ചു പോനെ. അതെന്താ അങ്ങനെയായത്? അവനെ ഇക്കാന്റെ കളറാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ സൈതാനിയുടെ സ്വഭാവം കിട്ടിയേക്കണേ. അങ്ങനെ വരട്ടെ. ഇത് ശരി. എനിക്ക് കുറച്ചാളെ ചോദിക്കുന്നിരിക്കുന്നേ. ഇക്ക എന്തോ ഒരു പുതിയ കോഴി പരിപാടി തുടങ്ങിയിട്ടുണ്ടോ? അത് നീ അറിഞ്ഞില്ലേ? ഈ കെണ്ടിക്ക് ചിക്കൻ. അതെന്താ പരിപാടി? അത് ഇക്ക അമേരിക്ക എന്നുകൊണ്ടിരുന്നാ. അമേരിക്ക അങ്ങോട്ട് പോവോ ഇക്കത് മേടിക്കാൻ? അമേരിക്ക പോണേതിനാ ആവശ്യമുള്ളവർക്ക് സാധനം ഇവിടെ വരും. ഇപ്പൊ തന്നെ അമേരിക്കക്കാര് കുത്തകയാക്കി വെച്ചേർന്ന അസുഖമുള്ളവന് എയ്ഡ്സ്. ഈ അസുഖമില്ലാത്തവരാരോള്ളേ? ഈ ആൾക്കാർ അമേരിക്കയിൽ പോയിട്ടാ. പിന്നെന്തിനു പോയിട്ടാ? വേണ്ടാത്തതിന് പോയിട്ട്. നീ ഏതെന്നെ മനസ്സിലായില്ല. പാക്കരൻ നിന്റെ കാര്യം എപ്പോഴും ഓർക്കണോന്ന് ഓർക്കും മോനെ. മറന്നു ഓർമ്മയുണ്ടോ ഈ മുഖം? ഒരുപാട് മോന്തേക്കിനെ കേറി ഇറങ്ങി പോണല്ലേ മോനെ. ഓർമ്മ കാണൂല. ഷിറ്റ് അതതിന്റെ കൂടെ ഉള്ളതാ. നിന്നെ കണ്ടപ്പോഴാ മോനെ ഒരു കാര്യം ചോദിക്കണോന്ന് വിചാരിച്ചേ. ഇന്നാളൊരു ടിവിയിൽ ഒരു ചോദ്യം വന്നു മോനെ. അതിന്റെ ഉത്തരം എനിക്ക് മനസ്സിലായിട്ടില്ല. ഈ മുലപ്പാലും കുപ്പിപ്പാലും തമ്മിൽ എന്താ മോനെ വ്യത്യാസം? മുലപ്പാലും കുപ്പിപ്പാലും തമ്മിൽ വ്യത്യാസം എന്ന് പറയുമ്പോ കുപ്പിപ്പാലാവുമ്പോ താഴെ വീണ് പൊട്ടിപ്പോവും. മുലപ്പാലാവുമ്പോ താഴെ വീണ് പൊട്ടിയും പോവില്ല. പൂച്ച വന്ന് കട്ടുപിടിക്കില്ല. അത്ര വ്യത്യാസമുള്ളൂ. അതെ നമ്മുടെ നമ്മുടെ സൂറാബി മോള് അവള് പോണേ. അവൾക്ക് ഇപ്പൊ ജോലി കിട്ടിയോനെ. എവിടെ? ഒരു ചട്ടി കമ്പനിയില്. ചട്ടി കമ്പനിയാ? ചിട്ടി കമ്പനി. മാത്തപ്പൻ മൊയിലാളിയുടെ ചിട്ടി കമ്പനിയിലെ. ഇപ്പൊ ടെമ്പറവരി ആയിട്ടാണ് കേറിയാക്കണ. കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു കേറിയതേ. അടുത്ത തന്നെ പ്രഗ്നന്റ് ആക്കി കൊടുക്കാന്ന് മാത്തപ്പൻ മൊയിലാളി പറഞ്ഞിട്ടുണ്ട്. അവക്ക് മിടുക്കുണ്ടെങ്കിൽ സാധിക്കുമെന്നാണ് എല്ലാവരും പറയണേ. കുഴപ്പമില്ല മോള്. പിന്നെ ഞാൻ എന്തോ നേരത്തെ ചോദിക്കുന്ന നമ്മുടെ ഇക്കാന്റെ സീക്രട്ടോ എന്തോ പുറത്തായിനെ കേട്ടില്ല. നീ അറിഞ്ഞത്? ഞാൻ അറിഞ്ഞു. നമ്മളത് സീക്രട്ട് ആക്കി വെച്ചാർന്ന കാര്യമുള്ള എത്ര പെട്ടെന്ന് പബ്ലിക് ആയാതെ. എന്താ സംഭവം? അത് ഇക്ക ഒരു ദിവസം തേങ്ങ ഇടാൻ വേണ്ടി തെങ്ങുമ്പോ കയറിയോനെ. എന്നിട്ട് വല്ലോന്റെ തെങ്ങുമ്പോ കിണ്ണും കിട്ടും. വെയിലോന്റെ തെങ്ങുമ്പല്ല കയറിയാ. പിന്നെ വീട്ടിലെ തെങ്ങുമ്പോ തന്നെ കയറിയാ. എന്നിട്ട് ഈ ചങ്ങാതിക്ക് എന്റെ താഴത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല. ആൾക്കാരൊക്കെ ഓടിക്കൂടി. ഇക്കാനടുത്ത് ചാടാൻ പറഞ്ഞാ ചാടുവോ, ബീയാൻ പറഞ്ഞാ ബീയോ. ഇക്കാൻ ചെയ്ത് ഇറങ്ങില്ല. എന്നിട്ടൊരു കോലും കൊണ്ട് കുത്തി. കുത്തണേന് മുമ്പ് ഒരു വല വലിച്ചു കെട്ടിയോനെ. മീന്റെ വല കോലും കൊണ്ട് കുത്തി വലയിലേക്ക് വലയില് വന്ന് വീണ ഫോഴ്സിൽ ഇക്ക തിരിച്ച് മുകളിലേക്ക് തന്നെ പോയോനെ. അങ്ങനെ 3-3 പ്രാവശ്യം കഴിഞ്ഞപ്പോ ഇക്കാട പോയത്തും കൊണ്ട് ഞാൻ പറഞ്ഞു അപ്പൊ ഇതിന് പശ വരട്ടെ. അപ്പൊ കൊത്തി ഇങ്ങനെ ഇടുമ്പോ ഒട്ടിപ്പിടിച്ചിരിക്കൂലോ. അങ്ങനെ പശ വരട്ടി ഇക്കാന പിന്നെ കുത്തി അതിനകത്തേക്ക് രക്ഷപ്പെട്ടു. ഒട്ടിപ്പിടിച്ചിരുന്നത് ഇക്കാനോട് മുണ്ടല്ലേ. ഇക്ക തിരിച്ച മുകളിലേക്ക് തന്നെ പോയോനെ. അങ്ങനെയാണ് ഇക്കാന്റെ സീക്രട്ട് പുറത്തായത്. അപ്പൊ തന്നെ നമ്മള് വേണ്ടാന്നും വെച്ചു. അതൊക്കെ പോട്ടെത്താ. ഇന്നിവിടെ കുറെ ഉത്സവത്തിന്റെ പരിപാടികൾ നടന്നോണ്ടിരിക്കുക. ഇവിടെ എന്താ പരിപാടി? നമ്മുടെ ഇത്ത സിനിമ വല്ലതും കാണാറുണ്ടോ? ചോദ്യം കേട്ടില്ലേ നീ? ഈ സിനിമ ഈ മലാഭവൻ കെണിന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവനെ. അവൻ അഭിനയിച്ചൊരു പടം ഉണ്ടല്ലോ, ആദ്യത്തെ പടം. ഈ പടത്തിൽ ആദ്യം അഭിനയിക്കാൻ എന്നല്ലേ വിളിച്ച? മനോജിന്റെ അമ്മയായിട്ടായിരിക്കും. പിന്നെ മഞ്ജു വാര്യർക്ക് പകരം. മഞ്ജു വാര്യർക്ക് പകരം അയ്യടാ മഞ്ജു വാര്യർക്ക് പകരം വിളിച്ചാ എന്നിട്ട് പോയില്ലേ? വേണ്ടാന്ന് വെച്ചു അവര്. നന്നായി പ്രതീക്ഷിച്ചു. മഞ്ജുവാരുടെ വേഷം ഉമ്മക്കല്ല കഥയായി. ഇറ്റെങ്ങാനാണ് മഞ്ജുവാരുടെ വേഷം ചെയ്തൊന്ന് ദിലീപ് ഇപ്പൊ ഇത്തന്നെ കല്യാണം കഴിച്ചിരിക്കുന്നല്ലേ? ഇപ്പൊ അതന്നെയല്ല അവനിപ്പോ ഒരു കൊച്ചൊക്കെ ആയിട്ട്. എനിക്കിപ്പോ അതാ വിഷമം. ഈ വയസ്സാം കാലത്ത് ഇവരെ കൊച്ചിനെ കാലം വെച്ചിട്ട് മോൻ എന്താ പരിപാടി? പരിപാടി സുചിത്ര എന്ന് പറഞ്ഞ സിനിമ നടിയെ കണ്ടിട്ടുണ്ടോ? സുചിത്ര അതായത് മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും കൂടെ ഒരുമിച്ച് അഭിനയിച്ച ഏകനായിക. ആദ്യം ആ സുചിത്രയുടെ ഡാൻസ് ആണ് ഇന്ന് ഇവിടെ. അവള് വന്നിട്ടുണ്ടോ? പിന്നെ ഇവിടെ വണ്ടി റെഡി ആയിട്ട് അവിടെ കണ്ട് കാണണം. ഇപ്പൊ കാണിക്കാനായിട്ട് ഞാൻ കാണിച്ചുതരാം. ഇത്രയും നോക്കിക്കോ. ബഹുമാനപ്പെട്ട ലണ്ടൻ മലയാളിയിലെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് മനസ്സ് നിറഞ്ഞ് സന്തോഷം വരുമോ? ശ്വാസം വിടൂ. ശ്വാസം
വരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വരാതിരിക്കരുതേ, വരാതി തീരില്ല. റോഡൊരു റോഡാണ് ആ ചേട്ടോ, വീടൊരു പോരാണ് ആ ചേട്ടോ, വാതിലും ചെറുതാണ്ടേ. കുമ്പിട്ട് വന്നോളിട്ടോ ചേട്ടന്റെ തലയത് മുട്ടരുതേ. വാതില് പനമാണേ ആ ചേട്ടോ, മന്തിപ്പൊള്ളിക്കരുതേ. മന്തിപ്പൊള്ളിച്ചാലോ ചേട്ടന്റെ കയ്യത് കീറൂലേ. പട്ടി കുരച്ചാലും ആ ചേട്ടൻ തിരിഞ്ഞെന്ന് പോട്ടരുതേ. അത് പട്ടി കുരച്ചതല്ല, എന്റെ അച്ഛൻ ചുമച്ചതടേ. അഞ്ചാറ് ആംഗലമാർ ആ വീടിന്റെ കോലയിൽ കിടപ്പുണ്ടേ. അവര് ചവിട്ടരുതേ. 90 വയസ്സുള്ള ഒരമ്മൂമ്മ പനമ്പയിൽ കിടപ്പുണ്ടേ. അവരെ ചവിട്ടരുതേ, ചവിട്ടിയാല് കഞ്ചാവ് ചോദിക്കും. വയസ്സുള്ള ഒരമ്മൂമ്മ പനമ്പയിൽ കിടപ്പുണ്ടേ. അവരെ ചവിട്ടരുതേ, ചവിട്ടിയാല് കാര്യം നടക്കൂല. അവണവ ബസ്തയ്ക്ക് തുണികൾ കൊടുക്കും രാമേട്ടോ. ഇതുവഴി വന്നിടണേ, തുണികൾ ഞങ്ങൾക്ക് തന്നിടണേ. നാള് മുങ്ങിയിട്ട് ചേട്ടൻ ഇന്നല്ലേ. ഇനിയും മുങ്ങരുതേ ചേട്ടോ, നെറിവേട് കാട്ടരുതേ. വരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വരാതിരിക്കരുതേ. വരാതിരുന്നാലും ആ ചേട്ടന്റെ പരാതി തീരില്ല. റോഡൊരു റോഡാണ് ആ ചേട്ടോ, ഒറ്റത്തടി പാലം. ആ പാലം കടന്നാലോ കാണാം എന്നുടെ വീടായേ. വീടൊരു പോരാണ് ആ ചേട്ടോ, വാതിലും ചെറുതാണേ. കുമ്പിട്ട് വന്നോളിട്ടോ ചേട്ടന്റെ തലയത് മുട്ടരുതേ. വാതില് പനമ്പാണേ ആ ചേട്ടോ, മന്തിപ്പൊള്ളിക്കരുതേ. മന്തിപ്പൊള്ളിച്ചാലോ ചേട്ടന്റെ കയ്യത് കീറൂലേ. പട്ടി കുരച്ചാലും ആ ചേട്ടൻ തിരിഞ്ഞെന്ന് പോട്ടരുതേ. അത് പട്ടി കുരച്ചതല്ല, എന്റെ അച്ഛൻ ചുമച്ചതാണേ. അഞ്ചാറ് ആംഗലമാർ വീടിന്റെ കോലയിൽ കിടപ്പുണ്ടേ. അവരെ ചവിട്ടരുതേ, ചവിട്ടാല് കാര്യം നടക്കൂല. 90 വയസ്സുള്ള ഒരമ്മൂമ്മ പനമ്പയിൽ കിടപ്പുണ്ടേ. അവരെ ചവിട്ടരുതേ, ചവിട്ടാല് കഞ്ചാവ് ചോദിക്കും. വരാന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വരാതിരുന്നാലോ ചേട്ടന്റെ പരാതി തീരൂല. ചെല്ലാതിരുന്നാലോ ചേച്ചിയുടെ പരാതി തീരൂല. ഞാൻ അവിടെ നിന്ന് വന്നപ്പോ ഉത്സവത്തിന്റെ അവിടെ എന്തായെന്ന് ആർക്കും അറിയില്ല. കാതികം വരാന്ന് പറഞ്ഞിട്ട് കാതികനെത്തിയോ? ഹലോ, കാതികനെത്തിയോ? കാതികനെത്തിയോ? പ്രത്യേക അറിയിപ്പ്. കഥാപ്രസംഗം വടക്കേ റോഡിൽ നിന്നും തെക്കോട്ട് പോയാലുടനെ സ്റ്റേജിൽ കാവടി ആരംഭിക്കുന്നതായിരിക്കും. പറയുന്ന മര്യാദയ്ക്ക് പറയണം, തെറ്റി പറയില്ലേ? എന്താ നിങ്ങൾ പറയണേ? അല്ല, ഏതാണ്ടൊക്കെ എങ്ങാണ്ടൊക്കെ നടക്കണ്ട. ആരെങ്കിലൊക്കെ എവിടെയെങ്കിലൊക്കെ പോയിരുന്ന് കാണാണ്ട് ഇപ്പൊ ഞാനെന്ത് പറയാനാണ്? എടാ വേഗം കാതികന്മാര് വരാന്ന് പറഞ്ഞിട്ട് എത്തിയില്ലല്ലേ? കാതികനെ വിളിക്ക്. കാതികൻ അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്.
നമസ്കാരം. 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 അയ്യോ എടാ, ഒരു സെക്കൻഡ് ഞാൻ ഇറങ്ങാൻ താമസിച്ചെങ്കിൽ നീ കയറി കഥ തുടങ്ങിയാലോടാ. അതെ, ഇവനല്ല കാതികൻ, ഞാനാ കാതികൻ. എവിടെ പൊക്ക മാല എവിടെ? ഇവിടെ വാടാ. പിടി. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് ഏവർക്കും എന്റെ അഗൈതവുമായ നമസ്കാരം. ഇതല്ല സ്റ്റേജ് അല്ലേ? നീ എന്തീ കാണിക്കരുത്? ആ ബോർഡ് അടിച്ച് മാറ്റുന്ന എന്തിനാണ്? പരിപാടിക്ക് മുമ്പ് ബോർഡടിച്ച് മാറ്റുന്നല്ലേ ബുദ്ധി. അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത്? ആ കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ടേ ബോർഡടിക്കാതെ പോയതിന് നാട്ടുകാരെ എന്ന സമ്മാനമുള്ളത്. അതിനെ ആവർത്തിക്കണം. എനിക്കറിയാമായിട്ട് ചോദിക്കാണ്, ആശാന് നേരെ പോയി വീട്ടിൽ പോണമെന്നില്ലേ? ഹലോ, ആ വണ്ടി തിരിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കയറിയിട്ട് നിന്നോ. അതെന്തിനാ? ഞാൻ കഥ തുടങ്ങാൻ പോകുന്നു. അയ്യോ, എന്റെ അമ്മ പേടിപ്പിച്ചു പറഞ്ഞില്ല. എന്താണ് ഈ കാണിച്ചത്? സിമ്പിൾ ഇട്ടതാ. 2 അറ്റാക്ക് കഴിഞ്ഞൊരു ജന്തുവാണ്. വെരി ഗുഡ്. 3ാമതൊരു അറ്റാക്ക് വന്ന 4ാമത്തെ അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. നമുക്ക് കഥ ആരംഭിക്കാം. ആരംഭിക്കടി. ഫോളോ മീ. എന്റെ ദൈവമേ, ഈശ്വരന്മാരെ, ഞാനെന്ത് ചെയ്യണ്ടേ? താനൊരു പണി, ഞാൻ പാടുന്ന പാട്ടുകൾ ഏറ്റുപാടുക. മനസ്സിലായില്ലേ? ഏറ്റുപാടിയാ മതിയോ? മതി. വായിക്കണോ? ഒന്നും വായിക്കണ്ട. ഈശ്വരോ, തത്തമ്മച്ചുണ്ട് സ്പൂണുമൂക്കൻ സവളമാരൻ. നമുക്ക് ആരംഭിക്കാം. സുഹൃത്തുക്കളെ, ഞാൻ എന്റെ കഥാപ്രസംഗത്തിൽ കിടക്കുകയാണ്. ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കായി ഉണരുവിൻ മർത്യരേ, വീണ്ടും വീണ്ടും ഉണരുവിൻ മർത്യരേ, നിങ്ങൾ ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കാ ഉണരുവിൻ മർത്യരേ, പ്രിയമുള്ളവരെ, ഉണരുവിൻ മർത്യരേ, ഉണരുവിൻ മർത്യരേ, നല്ലൊരു നാളേക്കാ ഉണരുവിൻ മർത്യരേ, വീണ്ടും നേരമുണ്ട്. എന്താ കാണിക്കുന്നത്? ഈശ്വരന്മാരെ എന്തിനു ചവിട്ടിയേ? എന്ത് ചവിട്ടിയെന്നാ? നീ ഉറങ്ങണോ ഉറങ്ങട്ടെ? എന്താ നീ വീണ്ടും വീണ്ടും ഉണരുവിൻ, ഉറങ്ങണോ ഉറങ്ങട്ടെ? ആശാൻ വീണ്ടും വീണ്ടും പറഞ്ഞില്ല, അയാൾ വീണ്ടും വീണ്ടും പാട്ട് പറഞ്ഞത്. വീണ്ടും വീണ്ടും പാടാൻ കൊള്ളാമോ അവനെ? സുഹൃത്തുക്കളെ, എന്റെ ഈ കഥ നടക്കുന്നത് വേറെ എങ്ങുമല്ല, ലണ്ടൻ എന്ന മഹാനഗരത്തിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. അതെ, അങ്ങകലെ കിഴക്കേ ചക്രവാളൻ സുപ്രഭാതം പൊട്ടിവിടർന്നു. സുപ്രഭാതം പൊട്ടി വിരിഞ്ഞത്. ഈശ്വര, എന്തിനു പൊട്ടത്? ട്രാൻസ്ഫോമർ പൊട്ടിവാരിയായിപ്പോല്ലോ. ഇങ്ങനെ പൊട്ടിക്കല്ലേ കേട്ടോ. 2 അറ്റാക്ക് കഴിഞ്ഞ 3ാമത് ഒരെണ്ണത്തിന് കാത്തിരിക്കാൻ പറ്റില്ല, 4ാമത് ഒരെണ്ണം വരും. മനസ്സിലായില്ലേ സുഹൃത്തുക്കളെ? അതാ അങ്ങ് കിഴക്കേ ചക്രവാളത്തിൽ സുപ്രഭാതം വിടർന്നില്ല. അതാ അങ്ങകലെ വെള്ളിക്കോടാലുമായി ഉദയസൂര്യൻ അങ്ങ് കിഴക്കകലെ വെള്ളകീറി. എന്താടത്? വെള്ളകീറിയത്. വെള്ളകീറിയതാ? വെള്ളയാണെങ്കിലും കറപ്പാണെങ്കിലും പച്ചയാണെങ്കിലും കീറുന്ന ശബ്ദമൊക്കെ ഒന്ന് തന്നെയാണ് ആശാനെ. ബെസ്റ്റ്. 5 നിമിഷങ്ങൾ കഴിഞ്ഞതും കുറച്ചും കൂടി കീറാണ്ടായിരുന്നു. തന്നെ എന്തേത്? ഒരാളിന് കീറണ്ട. സമാധാനായില്ലേ? നമ്മളിത് കീറി തീർന്ന എല്ലാം കീറി തീർന്ന കഥ തുടങ്ങിക്കോ. സുഹൃത്തുക്കളെ, അത് അങ്ങകലെ ആ കിഴക്കേ ചക്രവാളത്തിൽ വേണ്ട, ഇനിയും കീറാനല്ലേ? അത് വേണ്ട. അതെ, അങ്ങകലെ അമ്പലത്തിൽ നിന്നും സുപ്രഭാത കീർത്തനം അമ്പലത്തിൽ നിന്നും ഒഴുകി വന്നു. ഗുഡ് മോർണിംഗ് എവരിബഡി, ഗുഡ് മോർണിംഗ് എവരിബഡി. സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ ഓസ് ഹോളിഡേ, അത് വെള്ളമടിഡേ. എന്താ മോനത്? അല്ല, ലണ്ടൻ എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആണല്ലോ. അതെ. അപ്പൊ സുപ്രഭാത ഗീതം ഇംഗ്ലീഷിൽ കിടന്നിട്ട് അല്ലെങ്കിൽ ആൾക്കാർക്ക് മനസ്സിലാവില്ല. സമ്മതിച്ചു തന്നേക്കണേ. സുഹൃത്തുക്കളെ, അതാ അങ്ങകലെ ഒരു കൊച്ചു ഗ്രാമം, ലണ്ടൻ എന്ന മഹാനഗരത്തിലെ ആ കൊച്ചു ഗ്രാമത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കഥ നടക്കുന്നത്. ആ കൊച്ചു ഗ്രാമത്തിൽ ഗ്രാമത്തിൽ
ഗ്രാമമല്ലത്. കൊച്ചു ഗ്രാമമായിരുന്നു. അവരത് പാടി പാടി പഞ്ചായത്താക്കി, മുനിസിപ്പാലിറ്റി ആക്കി, കോർപ്പറേഷനാക്കി. ദൈവത്തോർത്തിന് പാടരുത്, മനസ്സിലായില്ലേ? ആ സുഹൃത്തുക്കളെ, അതാ അങ്ങകലെ ഒരു ചെറ്റക്കുടിൽ കാണുന്നില്ലേ? ഇല്ലടോ, നോക്ക്, ശരിക്കും നോക്ക്. അവിടെ ഒരു കപ്പലിന്റെ മാത്രമേ ഉള്ളൂ. അതാ അങ്ങനെ ചെറ്റക്കുടിൽ കാണുന്നുണ്ട്. ആ ചെറ്റക്കുടിൽ കൂർക്കമ്പിൽ ചേർന്നുറങ്ങുന്ന ആരാണെന്ന് അറിയണ്ടേ? ആരാണോ? നിന്റെ അപ്പൻ. സുഹൃത്തുക്കളെ, അതാണ് നമ്മുടെ കഥാനായിക ശോഭ. എന്റെ ചെറ്റക്കുടിൽ കൂർക്കമ്പിൽ ചേർന്നുറങ്ങുകയാണ്. എന്താ മാഷേ? ശോഭ കൂർക്കം വലിച്ചു കിടന്നുറങ്ങണം. ശോഭ ഒരു പുലിക്കുഞ്ഞല്ല, ഒരു മനുഷ്യജീവിയാണ്, മനസ്സിലായില്ലേ? സുഹൃത്തുക്കളെ, അതാ പെട്ടെന്ന് നേരം പരപരാ വെളുത്തു. ശോഭ വാതിൽ തള്ളി തുറന്നു. അങ്ങോട്ട് പൊളിയിട്ട് ആ വാലാണ്ട് പൊളിഞ്ഞാണ്ട് പോട്ടെ. ആരെത്രയും തുറക്കാൻ പറഞ്ഞേ? എന്റെ കഥാനായിക ശോഭ രാവിലെ എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം? വാല് തുറക്കണോ തുറക്കണ്ട? പുറകോശ്വരി നീ അതിൻ്റെ ആരാ പറഞ്ഞത്? എന്തേ? എന്നാ താക്കോല് അടച്ചിട്ട് പൂട്ടിയിട്ടുണ്ട്, എപ്പോഴെങ്കിലും തുറക്കട ഇഷ്ടാവും. ആഹാ, ശരി, മിടുക്കൻ. സുഹൃത്തുക്കളെ, അതാ എന്റെ കഥാനായിക ശോഭ പുറത്തേക്ക് ഇറങ്ങി. അതാ മുറ്റത്തേക്ക് നോക്കിയപ്പോൾ ക്ലാ ക്ലാ ക്ലേ ക്ലേ ക്ലോ ക്ലോ. ശോഭ തിരിഞ്ഞു നോക്കി. മുറ്റത്തൊരു മൈന, മഞ്ഞക്കൊക്കുകൾ, മഞ്ഞക്കാലികൾ. ആ ശോഭയെ നോക്കി മൈന പാടി. ആ മൈന നോക്കി ശോഭ പാടി. മൈനെ എന്റെ മൈനെ നീ മൈനയായ തെങ്ങിനെ, മൈനയായ തെങ്ങിനെ, മൈനെ എന്റെ മൈനെ നീ മൈനയായ തെങ്ങിനെ. എങ്ങനെ മൈനയായ തെങ്ങിനെ? മൈനെ നീ മൈനയായ തെങ്ങിനെ, മൈനയായ തെങ്ങിനെ. എടാ മൈനെ, അവള് മൈനയായി, ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എടോ, മൈനടുത്ത മൈനയായത് എങ്ങനെയാന്ന് വെച്ചാൽ മൈന എന്താ പറയണേ? ഇത് കേട്ടതും ആ മൈന തന്റെ തൂവലുകൾ ചിക്കി തുറന്ന് ആകാശത്തേക്ക് പറന്നകന്നു. എന്താ മോനത്? ഹെലികോപ്റ്റർ പോയോ? പറന്നു പോയത് മൈനെ. അത് ശരി, ഇങ്ങനെ ഹീറോ ഉണ്ടാവും പോണ വരിയില്ലേ? സുഹൃത്തുക്കളെ, അതാ പെട്ടെന്ന് അല്പസമയം കഴിഞ്ഞതും ഒരു വെളുത്ത അംബാസഡർക്കാർ ചീറിപ്പാഞ്ഞ് ശോഭയുടെ ഭരണത്തിന് വീട്ടിലെ മുന്നിലേക്ക് ആദ്യമഞ്ഞു. എന്താ മോനത്? അതെ, ഡോറടിച്ചതാണ്. ഡോറടച്ചത് കേട്ടെ. എന്താ 5 ഡോർ അടച്ചത്? 5 ഡോർന്ന് പറഞ്ഞാൽ ഡിക്കിങ് കൂടെ അടക്കാനുണ്ടായിരുന്നത്. അതെ, അത് ശരി. ഇങ്ങനെ ഇരിക്കല്ലേ, എടുത്ത് വെച്ചിട്ട് അടച്ചു വെച്ച്. സുഹൃത്തുക്കളെ, ബോണറ്റ് പൊങ്ങിയിരിക്കായിരുന്നല്ലോ, അടച്ചതോ? ബോണറ്റ് പൊങ്ങിയിരിക്കായിരുന്നല്ലേ, അതടച്ച്. സുഹൃത്തുക്കളെ, അതിൽ നിന്നും ആ കാറിൽ നിന്നും വെളുത്ത അംബാസഡർക്കാരിൽ നിന്നും നമ്മുടെ അജാനുവാഹയ വെളുത്ത് മെലിഞ്ഞ അജാനുവാഹയ കുള്ളനായ ഒരു ചെറിയ ചെറുപ്പക്കാരൻ വെളിക്കിറങ്ങി. അല്ല, വെളിയിലേക്ക് ഇറങ്ങി. അതാണ് നമ്മുടെ കഥാനായകൻ രേജൻ. രാജൻ. ഞങ്ങൾക്ക് ആധികന്മാരെ അങ്ങനെ പറയൂ, രേജൻ. രാജനെ കണ്ടതും ശോഭയുടെ കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു. 2 കൺമഷി ഇടാത്ത കണ്ണുകൾ, 2 കൺമഷി ഇട്ട കണ്ണുകൾ. ആ രാജന്റെ ശോഭയുടെ നയനിൽ നോക്കി രാജൻ അറിയാതെ പാടിപ്പോയി. ഞാവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ ആരോ മലേ നിനക്കാരു തന്നു. ഞാവൽ പഴം തോൽക്കും കരിനീല കണ്ണുകൾ ആരോ മലേ നിനക്കാരു തന്നു. പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കാരു നൽകി. പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കാരു നൽകി. പഴം തോൽക്കും കരിനീല കണ്ണുകൾ അരമലേ നിനക്കാരു നൽകി. സുഹൃത്തുക്കളെ, അതാ രാജനും ശോഭയും തമ്മിൽ പ്രണയബദ്ധരായി. അവർ പാർക്കിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു. പാർക്കിൽ പോയിട്ട് ഐസ്ക്രീം കഴിക്കുന്നു. സുഹൃത്തുക്കളെ, അവർ പ്രണയ ഉല്ലാസഭരിതരായിട്ട് പ്രണയ ഉല്ലാസം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഗംഭീരായിട്ടോ. നിങ്ങൾ മറ്റേ തവളക്കുഴിയല്ലേ? അതെ, തങ്കപ്പൻ. കഥാപ്രസംഗം അടിപൊളിയായിട്ടുണ്ട്. അതെ, എന്നെ കണ്ട ഒരു മെന്റൽ ഡിസീസിനുള്ള ആളെന്ന് തോന്നുന്നു. ഒരു പ്രാന്തുള്ള ആളായിട്ട് തോന്നോ? ഭ്രാന്തനാ? അതെ. ചേട്ടനാ? തോന്നോ? ഒരിക്കലും ഇല്ല. തോന്നില്ല. ആര് പറഞ്ഞതൊക്കെ? ഞാന് ഒരു കാര്യം പറഞ്ഞോട്ടെ. എന്താണ്? എന്താന്ന് നോക്കണേ. ഈ കയറ് ഞാൻ 2 കാൽമ കെട്ടിയ എനിക്ക് പ്രാന്താന്ന് പറയോ? ആര്? നാട്ടുകാരാ? ഞാൻ കെട്ടിയ ഒരിക്കലും ഇല്ല. ഒരു കാലിന് കയറ് കെട്ടിയ പ്രാന്താന്ന് പറയോ? ഒരിക്കലും പറയില്ല. പ്ലീസ് ഗീവ് മീ കാൽ. എക്സ്ക്യൂസ് മീ വെച്ചോളൂ. ഈ മനുഷ്യന്റെ കാര്യം ചേട്ടാ, ഈ കാലുമ്പോ കയറ് കെട്ടിയില്ലല്ലേ? ഈ കയറിന്റെ മറ്റേറ്റം എവിടെയാണ്? ഈ കയറിന്റെ മറ്റേറ്റം ഇപ്പൊ പോവാൻ പോകുന്ന കൊട്ടാരക്കര സൂപ്പർ ഫാസ്റ്റ് കെട്ടിരിക്കും. ഇവനൊക്കെ പറഞ്ഞയക്കാൻ ഇതല്ലാണ്ട് വേറൊരു പണിയില്ല.